ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം ഗുരുഭ്യോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥാ ദ്വിതീയോധ്യായഃ. ശ്ലോകം 29. ഓ നമോ ഭഗവതേ വാസുദേവായ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത് ബ്രഹ്മാവിൻ്റെയും മറ്റു ദേവന്മാരുടെയും സ്തുതിയാണ്. ദേവകി ഗർഭത്തിൽ ഭഗവാൻ അവതരിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാന്റെ തേജസ് ദേവകി ഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ ബ്രഹ്മാദി ദേവന്മാർ ഭഗവാനെ സ്തുതിക്കുന്നതാണ് നാം കാണുന്നത്. അപ്പൊ കംസന്റെ കൽത്തുറുങ്കിൽ അവരെല്ലാവരും എത്തിയെങ്കിലും ദേവകിക്കൊഴിച്ച് ബാക്കി ആർക്കും അവരെ കാണാൻ സാധിച്ചില്ല. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 28ാമത്തെ ശ്ലോകം വരെ പഠിച്ചു. 20 തൊട്ടാണ് ദേവന്മാരുടെ സ്തുതി വരുന്നത്. ഇനി ശ്ലോകം 29. ബിഭർഷ്യരൂപാണ്യവബോധ ആത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ തത്യോപപന്നാനി സുഖാവഹാനി സദാമഭദ്രാണി മുഹുഖലാനാം. പദച്ഛേദം. ബിഭർഷി രൂപാണി അവബോധ ആത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ തത്വോ ഉപപന്നാനി സുഖാവഹാനി സദാം അഭദ്രാണി മുഹുഹു ഖലാനാം. ദേവന്മാരുടെ സ്തുതി തുടരുകയാണ്. ബിഭർഷി രൂപാണ്യ അവബോധ ആത്മാ. അവബോധ ആത്മാ, അറിവാകുന്ന സ്വരൂപത്തോടുകൂടിയ ത്വം, അങ്ങ് ചരാചരസ്യ, ചരങ്ങളും അചരങ്ങളുമായിരിക്കുന്ന ലോകസ്യ, ലോകത്തിന്റെ ക്ഷേമായ, ക്ഷേമത്തിനായിക്കൊണ്ട് സദാ, സത്തുക്കൾക്ക് സുഖാവഹാനി, സുഖത്തെ ജനിപ്പിക്കുന്നവയും ഖലാന, ദുഷ്ടന്മാർക്ക് അഭദ്രാണി, നാശത്തെ ജനിപ്പിക്കുന്നവയും സത്വോ ഉപപന്നാനി, സത്വഗുണസ്വരൂപങ്ങളുമായിരിക്കുന്ന രൂപാണി, മൂർത്തികളെ മുഹുഹു, വീണ്ടും വീണ്ടും വിഭർഷി, ഭരിക്കുന്നു. അപ്പോ ഭഗവാൻ എന്തിനായിട്ടാണ് ജനിക്കുന്നത്? അതായത് പരിത്രാണായ സാധൂന, ലോകത്തിലെ ചരാചരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്, ദുഷ്ടജനങ്ങളെ ഇല്ലാതാക്കുന്നതിനാണ്. വിനാശായ ച ദുഷ്കൃതാം. ഭഗവാൻ എങ്ങനെയാണ് രൂപമെടുക്കുന്നത്? ശുദ്ധ സത്വപ്രധാനമായിട്ടാണ് രൂപമെടുക്കുന്നത്. അത് ഭഗവാൻ സ്വേച്ഛയാലാണ് രൂപമെടുക്കുന്നത്. ആ മൂർത്തികൾ, ആ അവതാരങ്ങൾ ഭഗവാനിൽ ഭക്തി ഉള്ളവരായ സജ്ജനങ്ങൾക്ക് പരമാനന്ദത്തെയും ലോകത്തിന് മംഗളത്തെയും, ലോകത്തെ ഉപദ്രവിക്കുന്ന ദുഷ്ടന്മാർക്ക് നാശത്തെയും നൽകുന്നു. ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവും. പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃത. അതിനുവേണ്ടിയാണ് ഭഗവാൻ യുഗേ യുഗേ അവതാരമെടുക്കുന്നത്. യുഗേ യുഗേ, യുഗം തോറും ഭഗവാൻ അവതാരമെടുക്കുന്നു. അപ്പോ ഭഗവാൻ അവതാരമെടുക്കുന്നത് ജന്മമല്ല. നമ്മളൊക്കെ ജനിക്കുന്നതോ കർമ്മബന്ധം കൊണ്ടാണ്, കർമ്മവാസന കൊണ്ടാണ് അവതാരമെടുക്കുന്നത്. ഭഗവാന് കർമ്മബന്ധമില്ല. ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ട പരിപാലനത്തിനും വേണ്ടി ഭഗവാൻ യുഗം തോറും അവതാരമെടുക്കുന്നു. ബിഭർഷി രൂപാണ്യവബോധ ആത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപപന്നാനി സുഖാവഹാനി സദാമഭദ്രാണി മുഹുഖലാനാം. ശ്ലോകം 30. ത്വയ്യംബുജാക്ഷ
അഖില സത്വധാംനി സമാധിനാവേശിത ചേതസൈകേ ത്വത്പാദപോദേന മഹത്കൃതേന കുർവന്തി ഗോവത്സ പദം ഭവാപ്തിം. പദച്ഛേദം. ത്വയി അംബുജാക്ഷ അഖില സത്വധാംനി സമാധിന ആവേശിതഃ ചേതസ ഏകേ ത്വത് പാദപോദേന മഹത്കൃതേന കുർവന്തി ഗോവത്സപദം ഭവാബ്ധിം. അന്വയാർത്ഥം. അംബുജാക്ഷ, ഏ താമരക്കണ്ണ, അഖില സത്വധാംനി ശുദ്ധ സത്വ രൂപനായിരിക്കുന്ന ത്വയി അങ്ങയിൽ സമാധിന സമാധി കൊണ്ട് ആവേശിത ചേതസ ആവേശിക്കപ്പെട്ട മനസ്സ് ഹേതുവായിട്ട് ഏകേ മുഖ്യന്മാരായിരിക്കുന്നവർ മഹത് കൃതേന ഉത്കൃഷ്ടമായി എന്ന് ഉറച്ചിരിക്കുന്ന, ഉത്കൃഷ്ടമാണ് അല്ലെങ്കിൽ മഹത്താണ് എന്ന് ഉറച്ചിരിക്കുന്ന പാദപോദേന അങ്ങയുടെ പാദമാകുന്ന കപ്പൽ കൊണ്ട് ഭവാബ്ദി സംസാര സമുദ്രത്തെ ഗോവത്സപദം പശുക്കുട്ടിയുടെ കുളമ്പിലുള്ള ആ ജലത്തെ എന്ന പോലെ കുർവന്തി തരണം ചെയ്യുന്നു. ഇപ്പൊ പശുക്കുട്ടിയുടെ കുളമ്പ് പതിയുന്നിടത്ത് എത്ര ജലമുണ്ടോ അത് കടക്കാൻ എളുപ്പമാണ്. ഇവിടെ സംസാര സമുദ്രമാണ് ജീവന്മാർ കടക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് കടക്കുന്നത്? ഭഗവാന്റെ കാല് പാദാംബോജം കപ്പലായിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോ ഭഗവാനെ മനസ്സുകൊണ്ട് പോലും ആശ്രയിക്കുന്നവർക്ക് നിഷ്പ്രയാസം സംസാര ദുഃഖം ഇല്ലാതാക്കി ഈ സംസാരക്കടലിൽ നിന്ന് പെട്ടെന്ന് തരണം ചെയ്യാൻ സാധിക്കുന്നു. കാരണം ഭഗവാന്റെ പാദം കപ്പലായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ നേരത്തെയുള്ള ഒരു ശ്ലോകത്തില് 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു. ദുരത്യയം കൗരവ സൈന്യസാഗരം കൃത്വാതരൻ വത്സപദം സ്മയത്പ്ലവ. അപ്പൊ ആ കൗരവ സൈന്യമാകുന്ന ആ യുദ്ധപ്പുഴ, മഹാഭാരത യുദ്ധത്തിലെ കൗരവ സൈന്യമാകുന്ന ആ വലിയ കടൽ കടക്കാൻ പ്രയാസമായിരുന്നു പാണ്ഡവർക്ക്. പക്ഷെ അവർ കടന്നു. കാരണം എന്താണ്? അവിടെ കപ്പലായിട്ട് ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നു. യത്പ്ലവാഹ, അവിടെ കപ്പലായിട്ട് ഭഗവാൻ ഉള്ളതുകൊണ്ട് പാണ്ഡവർക്ക് ആ യുദ്ധപ്പുഴ കടക്കാൻ സാധിച്ചു. അതുപോലെ സംസാരികൾക്ക് ഈ സംസാര സാഗരം കടക്കാൻ ഭഗവാന്റെ ആ പാദാംബോജം മാത്രം മതി. അത് കപ്പലായിട്ട് ഇരിക്കുന്നു. അത് പശുക്കുട്ടിയുടെ കുളമ്പിനടിയിൽ പെടുന്ന ജലം പോലെ പെട്ടെന്ന് തന്നെ ആ സംസാര സാഗരത്തെ കടക്കാൻ സാധിക്കുന്നു. അതിനെന്ത് വേണം? ഭഗവാന്റെ പാദത്തിൽ ഭക്തി ഉണ്ടായിരിക്കണം. നാരായണീയത്തിലെ ഭട്ടതിരിപ്പാട് പറയുമല്ല, ശ്രീകൃഷ്ണ തത്പതോപാസനം അഭയതമം ദഗ്ധമിത്താർത്ഥദൃഷ്ടേ മർത്യസ്യാർത്യസ്യ മന്യേ വ്യവസരതി ഭയം ഏന സർവാത്മനൈവ. അതായത് സംസാര സാഗരത്തിൽ ഭ്രമിച്ച് ദുഃഖിച്ച് നടക്കുന്ന മനുഷ്യർക്ക് ഭഗവാന്റെ ആ പാദഭക്തി അഭയം നൽകുന്നു, ഭയത്തെ അകറ്റുന്നു. ഭയത്തെ അകറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം ഭഗവാന്റെ ആ പാദാംബോജത്തിൽ എന്താ ചെയ്യുക? മനസ്സർപ്പിക്കുക. അത് മാത്രമാണ് ചെയ്യേണ്ടത്. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. 30. ത്വയ്യംബുജാക്ഷാഖില സദ്വധാംനി സമാധിനാവേശിത ചേതസൈകേ ത്വത്പാദപോദേന മഹത്കൃതേന കുർവന്തി ഗോവത്സപദം ഭവാബ്ധിം. ശ്ലോകം 31. സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമൻ പവാർണവം ഭീമം അഭദ്ര സൗഹൃദാഃ ഭവത്പദാംബോരുഹ നാവമത്രതേ നിധായ യാദാസദനുഗ്രഹോ ഭവാൻ. പദച്ഛേദം. സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമൻ ഭവ അർണവം ഭീമം അഭദ്ര സൗഹൃദാഃ ഭഗവത് പാദാംബോരുഹ നാവം അത്ര തേ
നിധായ യാതാ സദനുഗ്രഹോ ഭവാൻ. സദനുഗ്രഹ ഭവാൻ. ദ്യുമൻ പ്രകാശസ്വരൂപ, സ്വരാട് സ്വയം പ്രകാശിക്കുന്നവനെ. സുദുസ്തരം ഏറ്റവും പ്രയാസമേറിയതും കടക്കാൻ ഏറ്റവും പ്രയാസമേറിയതും ഭീമം ഭയങ്കരവുമായിരിക്കുന്ന ഭവാർണവം. ഈ സംസാര സമുദ്രത്തെ സ്വയം താനെ തന്നെ സമുത്തീര്യ സുഖമായി കടന്നിട്ട് അഭദ്ര സൗഹൃദ അധികം സൗഹാർദ്ദമുള്ളവരായ തേ അവർ ഭവത് പാദാംബോരുക നാവം അങ്ങയുടെ പാദപത്മമാകുന്ന കപ്പലിനെ അത്ര ഇവിടെ നിധായ വെച്ചിട്ട് യാത പോയിരിക്കുന്നു. ഭവാൻ നിന്തിരുവടി സദനുഗ്രഹ സത്തുക്കളിൽ അനുഗ്രഹത്തോട് കൂടിയവരെ ആയിരിക്കുന്നു. അപ്പോ ഭഗവാന്റെ പാദാംബോരുകമാകുന്ന ആ കപ്പൽ കൊണ്ട് പൂർവികന്മാർ സംസാര സാഗരത്തെ കടന്നിട്ടുണ്ട്. ഇപ്പോഴുള്ളവർക്ക് എന്ത് ഫലമാണ്? അതായത് ഭക്തന്മാർക്ക് മാത്രമേ ആ സംസാര സാഗരം കടക്കാൻ ഭഗവാൻ കപ്പലായിട്ടിരിക്കുകയുള്ളൂ. ഭഗവാനെ ആശ്രയിക്കാത്തവരെ ഭഗവാൻ ഈ ഭവാംബോധിയിൽ നിന്ന് കടത്തിവിടുകയില്ല. അപ്പൊ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഭഗവാന്റെ ആ പാദപത്മം ആകുന്ന കപ്പൽ അത് സുലഭമാണ്. അതായത് ഭഗവാൻ ഭക്തന്മാരിൽ അനുഗ്രഹം ചൊരിയുന്നു. കരുണാനിധിയാണ് ഭഗവാൻ. ഭഗവാന്റെ പാദകമലമാകുന്ന കപ്പൽ ഭക്തന്മാരെ സംസാര കടൽ കടത്തുന്നു. അപ്പോ ഭഗവാന്റെ പാദാംബോജം മാത്രമേ ഉള്ളൂ ഈ സംസാര സാഗരം കടക്കാനുള്ള ഒറ്റ വഴി. ഭഗവാൻ ഏതു കാലത്തും ആയതുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഏതു കാലത്തും ഈ വിധം സംസാര സാഗരത്തെ കടക്കാൻ സാധിക്കുന്നു. ആനന്ദദായകം കൃഷ്ണപാദാംബുജം ആകുലനാശനം കൃഷ്ണപാദാംബുജം മോഹാവിനാശനം കൃഷ്ണപാദാംബുജം മുക്തിപ്രദായകം കൃഷ്ണപാദാംബുജം. ആ കൃഷ്ണന്റെ പാദാംബുജം നമുക്ക് ആനന്ദദായകമാണ്. നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കുന്നു, നമ്മുടെ മോഹങ്ങളെല്ലാം ഇല്ലാതാക്കുന്നു. നമുക്കത് മുക്തിയെയും പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിത്യം നമിക്കുക, നിത്യം ഭജിക്കുക കൃഷ്ണപാദാംബുജം. നിത്യം നമിക്കുക, നിത്യം ഭജിക്കുക, നിത്യം സ്തുതിക്കുക കൃഷ്ണപാദാംബുജം. അപ്പൊ ആ കൃഷ്ണപാദാംബുജത്തെ തന്നെ എപ്പോഴും ഭജിക്കുകയും സ്തുതിക്കുകയും സ്മരിക്കുകയും എല്ലാം ചെയ്യുക. ശ്ലോകം 31. സ്വയം സമുത്തീര്യ സുദുസ്തരം ദുമാൻ ഭവാർണവം ഭീമമതപ്രസൗഹൃദ ഭവത്പദാംബോരുഹ നാവമത്രദേ നിധായ യാതാ സദനുഗ്രഹോ ഭവാൻ. ശ്ലോകം 32. യേയന്യരവിന്ദാക്ഷ വിമുക്തമി മാനിന ത്വയ്യസ്തഭാവാദ വിശുദ്ധ ബുദ്ധയ ആരുഹ്യ കൃഷ്ണേണ പരംപദം തഥാ പതന്ത്യധോനാദൃത യുഷ്മദംഘ്രയഃ. പദച്ഛേദം. യേ അന്യേ അരവിന്ദാക്ഷ വിമുക്ത മാനിനഃ ത്വയി അസ്തഭാവാത് അവിശുദ്ധ ബുദ്ധയഃ ആരുഹ്യ കൃഷ്ണേണ പരം പദം തതഃ പതന്തി അതഃ അനാദൃത യുഷ്മത് അംഗ്രയഃ. അരവിന്ദാക്ഷ അല്ലയോ താമരകണ്ണ, യേ അന്യേ അന്യരായ ചിലർ വിമുക്തമാനിന വിമുക്തന്മാരെന്ന് ഭാവിക്കുന്നവരായി ഭാവിക്കുന്നു. ത്വയി അങ്ങയിൽ അസ്തഭാവ ഭക്തിയില്ലാത്ത ഹേതുവാൽ അവിശുദ്ധ ബുദ്ധയ അശുദ്ധമതികൾ അന്ധകരണ ശുദ്ധിയില്ലാത്തവർ അനാദൃത യുഷ്മദംഗ്രയ അങ്ങയുടെ പാദത്തെ ആദരിക്കാത്തവരായിട്ട് പരം ശ്രേഷ്ഠമായ പദം സ്ഥാനത്തെ കൃഷ്ണേണ പ്രയാസപ്പെട്ട്
ആരൂഹ്യ കയറിയിട്ടും കൂടി തതഹ പിന്നെ അതഹ താഴത്ത് പതിക്കുന്നു. അപ്പോൾ ചിലർക്ക് ഭഗവാനിൽ ഒരു ഭക്തിയും കാണൂല. അവര് ജീവിതത്തിൽ ചിലപ്പോൾ ഉയർന്ന നിലയിലേക്കൊക്കെ പോകും. അപ്പോൾ അവര് പറയും, കണ്ടോ, ഭഗവാന്റെ ഭക്തിയൊന്നും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ഇത്രയും ഉയർന്ന നിലയിലെത്തി എന്ന് പറയും. പക്ഷേ കുറെ കഴിയുമ്പോഴോ ഇനി താഴെ കിടക്കും. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടക്കുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. അപ്പൊ 2-4 ദിവസം കൊണ്ട് ചിലപ്പോ അങ്ങ് പൊങ്ങിപ്പോകും അല്ലെ, മാളിക മുകളിൽ ഏറ്റും. എന്നിട്ടോ പെട്ടെന്ന് തന്നെ എടുത്ത് താഴേക്ക് ഇടുകയും ചെയ്യും. അപ്പൊ ജ്ഞാനികൾ അങ്ങനെ ചെയ്യുകയില്ല. അജ്ഞാനികൾ എന്തു ചെയ്യും? അവർ ഭഗവാനെ ആദരിക്കാതെ ഉയർന്ന നിലയിൽ എത്തും. എന്നിട്ട് പറയും, എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ എത്തിയതെന്ന്. പിന്നെ ഓരോ തടസ്സങ്ങൾ വരുമ്പോൾ പറഞ്ഞില്ലേ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് വന്ന് താഴെ അറ്റം വീഴും. അപ്പോഴാണ് പിന്നീടാണ് ഈശ്വരനെ പ്രാപിക്കുന്നത്. പലരും ഈശ്വരനെ പ്രാപിക്കുന്നത് ദുഃഖം വരുമ്പോഴാണ്. സുഖം വരുമ്പോൾ ഈശ്വര ചിന്തയുള്ളവർ കുറവാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈശ്വര ചിന്ത ഉണ്ടായിരിക്കണം. ഈശ്വര ചിന്തയിലൊന്നേ മനുജന ശാശ്വതമായുള്ളുലകിൽ. ഈശ്വര ചിന്ത മാത്രമേ ശാശ്വതമായിട്ട് ഉലകിലുള്ളൂ. വേറെ എന്ത് സുഖം തേടിപ്പോയാലും അവസാനം എല്ലാത്തിൽ നിന്നും താഴെ കിടക്കും. പിന്നെ നമുക്ക് ആശ്രയം ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ശ്ലോകം 32. ഏന്യരവിന്ദാക്ഷ വിമുക്തമയ മാനിന ത്വയ്യസ്ത ഭാവാദ വിശ്വബുദ്ധയ ആരുഹ്യ കൃഷ്ണേണ പരംപദം ദദാ പദന്ത്യതോനാദൃതയുഷ്മദംഗ്രയഃ. ശ്ലോകം 33. തഥാനതേ മാധവ താവകാ ക്വചിത് പശ്യന്തി മാർഗാ ത്വയി ബദ്ധ സൗഹൃദാഃ ത്വയാഭിഗുപ്താ വിചരന്തി നിർഭയാ വിനായകാനീക ആനീകവമൂർധസു പ്രഭോ. തഥാ ന തേ മാധവ താവകാ ക്വചിത് പശ്യന്തി മാർഗാത് ത്വയി ബദ്ധ സൗഹൃദാഃ ത്വയാ അഭിഗുപ്താഃ വിചരന്തി നിർഭയാ വിനായകാനീകവ മൂർത്തസു. പ്രഭോ. അന്വയാർത്ഥം: മാധവ ഹേ ലക്ഷ്മീകാന്ത, പ്രഭോ സർവസമർത്ഥ, ത്വയി അങ്ങയിൽ ബദ്ധ സൗഹൃദാഃ ബന്ധിക്കപ്പെട്ട സൗഹൃദത്തോട് കൂടിയവരും താവക അങ്ങയെ സംബന്ധിച്ചവരുമായ തേ അവർ ക്വചിത് ഒരിടത്തും മാർഗാ വഴിയിൽ നിന്ന് തഥ അതുപോലെ ന പശ്യന്തി ഭ്രംശിക്കുന്നില്ല. ഭഗവാനെ ഭജിക്കുന്നവരാണെങ്കിൽ, അതായത് നേരത്തെ നാരായണീയത്തിൽ പറഞ്ഞ പോലെ കണ്ണടച്ചുകൊണ്ട് ഓടിയാലും തട്ടി വീണാലും ഒന്നും സംഭവിക്കില്ല. തത്വജ്ഞാനമില്ലാത്തവരായിരുന്നാലും സ്വധർമ്മത്തെ ഉപേക്ഷിച്ചവരും പാതകങ്ങൾ ചെയ്തവരാണെങ്കിൽ പോലും ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ, ഭഗവാന്റെ പാദാംബോജത്തിൽ ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ അവർ ഒരിക്കലും അധപ്പതിക്കുകയില്ല. ഇനി ഭക്തിഹീനന്മാരാണെങ്കിലോ അവർ അഹങ്കാരികളായി അധപ്പതിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. തഥാ നതേ മാധവ താവകാ ക്വചിത്, അങ്ങയോട് അങ്ങയിൽ ബന്ധിക്കപ്പെട്ട സൗഹൃദത്തോടു കൂടിയവരും താവകാക അങ്ങയെ സംബന്ധിച്ചവരുമായ അവർ ക്വചിത് ഒരിടത്തും മാർഗ വഴിയിൽ തഥ അതുപോലെ ന ഭ്രശ്യന്തി ഭ്രംശിക്കുന്നില്ല, വീഴുകയില്ല. അവര് വഴിയിൽ ഒരിക്കലും കല്ല് തട്ടിയാൽ പോലും തടഞ്ഞ് വീഴുകയില്ല. ത്വയ അങ്ങയാൽ അഭിഗുപ്ത എല്ലാ സ്ഥലത്തും രക്ഷിക്കപ്പെട്ടവരായി. അതായത് നമുക്ക് വഴിയിൽ എന്ത് തടസ്സമുണ്ടായാലും
അതിൽ നിന്നും ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. നിർഭയ, ഭയമില്ലാത്തവരായി. ആനീകപമൂർത്തസു, വിഘ്നം ഹേതുഭൂതമായിരിക്കുന്ന ദേവ സമൂഹങ്ങളുടെ ശിരസ്സുകളിൽ, മൂർത്തസു വിഘ്നഹേതുഭൂതന്മാരായിരിക്കുന്ന ദേവതാ സമൂഹങ്ങളുടെ ശിരസ്സുകളിൽ വിചരന്തി, വിശേഷേണ സഞ്ചരിക്കുന്നു. ഭഗവാനിൽ ഭക്തി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു അധപതനവും ഉണ്ടാവുകയില്ല. അവരെ അശുഭവാസനകളൊന്നും ബാധിക്കുകയില്ല. അവർ സന്മാർഗത്തിൽ നിന്നും തെറ്റുകയില്ല. ഞാനെന്നുള്ള അഹങ്കാരം അവർക്കൊരിക്കലും ഉണ്ടാവുകയില്ല. അങ്ങാകുന്ന മഹാപ്രഭുവിന്റെ ദാസന്മാരാകയാൽ അങ്ങയുടെ പ്രേരണ കൂടാതെ പാദചലനത്തിനുകൂടി അവർ സമർത്ഥന്മാരല്ലെന്ന് ഉറച്ചിരിക്കുന്നവയാണ്. അവരാൽ പറയപ്പെടുന്ന സകലതും അവർ അങ്ങയിൽ സമർപ്പിക്കുന്നു. നാരായണായേതി സമർപ്പയാമി. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവം കരോമിയത്ത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാം ഭഗവാനായിക്കൊണ്ട് തന്നെ അവർ സമർപ്പിക്കുന്നു. അവരുടെ സന്മാർഗ നിഷ്ഠതയെ ഇളക്കി തീർക്കാൻ പുറപ്പെടുന്ന വിഘ്നങ്ങളുടെ മൂർത്താവിൽ അവർ കാൽ വയ്ക്കുന്നു. തടസ്സമുണ്ടെങ്കിൽ തടസ്സത്തെ എല്ലാം തട്ടി മാറ്റി അവർ പോകും. കാരണം എന്താണ്? ഭഗവാനിൽ ഭക്തിയുണ്ട്. അതുകൊണ്ട് അവർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഏത് വിഘ്നം വന്നാലും ആ വിഘ്നങ്ങളുടെ മൂർത്താവിൽ ചവിട്ടിക്കൊണ്ടവര് അങ്ങ് പോകും. അതാണ് പറഞ്ഞത്, വലിയ കല്ലുണ്ടെങ്കിലും തട്ടിയൊന്നും അവര് വീഴുകയില്ല. കണ്ണടച്ചുകൊണ്ട് ഓടിയാലും അവര് തട്ടി വീഴുകയില്ല. അപ്പൊ ഭഗവാന്റെ ആശ്രിതന്മാരെ അധപ്പതിക്കുവാൻ ആർക്കും ശക്തിയില്ല. അതിനാൽ ഭഗവാന്റെ പാദകമലങ്ങളെ തന്നെ ശരണം പ്രാപിക്കുക. തഥാനതേ മാധവ താപക ക്വചി പ്രശ്യന്തി മാർഗാ ത്വയിബദ്ധ സൗഹൃദ ത്വയാഭിഗുപ്ത വിചരന്തി നിർഭയ വിനായകാനീകപ മൂർത്തസു പ്രഭോ. ശ്ലോകം 34. സത്വം വിശുദ്ധം ശ്രയതേ ഭവാൻ സ്ഥിതോ ശരീരിണാം ശ്രേയ ഉപായനം ബഭോ വേദക്രിയായോഗ തപസ്സമാധിഭി സ്തവാർഹണം യേന ജനസമീഹതേ. പദച്ഛേദം. സത്വം വിശുദ്ധം ശ്രയതേ ഭവാൻ സ്ഥിതൗ ശരീരിണാം ശ്രേയ ഉപായനം ബഭുഃ വേദക്രിയ യോഗ തപഃ സമാധിഭിഃ തവ അർഹണം യേന ജനഃ സമീഹതേ. അന്വയാർത്ഥം: ഭവാൻ അങ്ങ് സ്ഥിതൗ പാലനത്തിൽ ശരീരിനാം പ്രാണികൾക്ക് ശ്രേയസിനെ ഉപായനം പ്രാപിപ്പിക്കുന്നതും. ഇപ്പൊ ലോകത്തെ പരിപാലിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ മായയിൽ നിന്ന് അതിക്രമിച്ച് ചിത്സ്വരൂപനായിരിക്കുന്ന അവതാര സ്വരൂപം ധരിക്കുന്നു. വിശുദ്ധം സത്വം, രജസ് തമസ് സമ്പർക്കമില്ലാത്ത ശുദ്ധ സത്വഗുണരൂപമായ പബുസിനെ ശരീരത്തെ ശ്രയതെ സ്വീകരിക്കുന്നു. അപ്പോ പ്രാണികളെ അല്ലെങ്കിൽ ഭക്തന്മാരെ രക്ഷിക്കാൻ ഭഗവാൻ ശുദ്ധ സത്വസ്വരൂപമെടുത്ത് അവതരിക്കുന്നു. ഏതൊന്ന് ഹേതുവായിട്ട് ജനസമൂഹം വേദക്രിയ യോഗ തപസമാധിഭി, വേദാധ്യയനം, സത്കർമ്മം, തപസ്, സമാധി എന്നിവ കൊണ്ട് തവ അങ്ങയുടെ അർഹണം പൂജയെ സമീഹതേ ചെയ്യുന്നു. അപ്പോ ഭഗവാൻ അവതാരമെടുത്ത് പരിത്രാണായ സാധുക്കളെ സംരക്ഷിക്കുന്നു. ആളുകൾ ഭഗവാനെ പൂജിക്കുന്നു. ഭഗവാനെ സേവിക്കുന്നതിനനുസരിച്ചുള്ള ഫലം ഭഗവാൻ ദാനം ചെയ്യുന്നു. ആ മൂർത്തി ദാനം ചെയ്യുന്നു. മനോവാക്ക് വിഷയമല്ലാത്ത ഭഗവാനെ ഭക്തന്മാർക്ക്
ആരാധിക്കണമെങ്കിൽ ഈ വിധം അവതരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. എങ്ങും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ ആരാധിക്കാൻ യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാസഹ, വാക്കിനും ശരീരത്തിനും അപ്പുറമാണ് ഭഗവാന്റെ ആ രൂപം. എങ്ങും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ആരാധിക്കാൻ അല്ലെങ്കിൽ ധാരണ ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പൊ ഭഗവാന്റെ ഒരു രൂപത്തെ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിൽ ധാരണ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഭഗവാൻ സത്വരൂപം എടുക്കുമ്പോൾ, അവതാരം എടുക്കുമ്പോൾ ആ രൂപത്തെ ധ്യാനിക്കാൻ സാധിക്കുന്നു. ശ്ലോകം 34. സത്വം വിശുദ്ധം ക്ഷയതേ ഭവാൻ സ്ഥിതൗ ശരീരിനാം ക്ഷയ ഉപായനം ബഭൂ വേദക്രിയായോഗ തപസമാധിഭി തവാർക്കണം യേന ജനസമീഹതേ. അപ്പൊ ജനസമൂഹം വേദാധ്യയനം, സത്കർമ്മം, തപസ്, സമാധി എന്നിവ കൊണ്ട് ഭഗവാനെ പൂജ ചെയ്യുന്നു. ഭഗവാന്റെ രൂപം ധാരണ ചെയ്ത് സമാധി അവസ്ഥയിൽ എത്തി മനസ്സ് ശുദ്ധമായി അതില് ആത്മസ്വരൂപം പ്രകടമാകും. ശ്ലോകം 35. സത്വം ന ചേഥാദരിതം നിജം ഭവേത് വിജ്ഞാനമജ്ഞാനം അഭിതാപമാർജനം ഗുണപ്രകാരൈരനുമീയതേ ഭവാത് പ്രകാശതേ യസ്യ ച യേന വാ ഗുണഃ. പദച്ഛേദം. സത്വം ന ചേത് ധാതഃ ഇദം ചേത്താദരിതം ചേത്താദരിതം ചേത് ധാതഃ ഇദം നിജം ഭവേത് വിജ്ഞാനം അജ്ഞാനം അഭിതാപമാർജനം ഗുണപ്രകാശൈഃ അനുമീയതേ ഭവാൻ പ്രകാശതേ യസ്യ ച യേന വാ ഗുണഃ. അന്വയാർത്ഥം. ധാതഃ ധാതാവേ, ധാത എന്നുള്ള വാക്ക് സത്വം ന ചേത് ധാതഃ, ധാതാവേ എല്ലാവരുടെയും സംരക്ഷണ നടത്തുന്നവനെ, ലോക രക്ഷക. ഇതം ഈ നിജം നിന്തിരുവടിയെ സംബന്ധിച്ച സത്വം, സത്വഗുണാത്മകമായ രൂപം ന ചേത് ഇല്ലെങ്കിൽ, ഭഗവാൻ സത്വഗുണമായ രൂപം എടുത്തില്ലെങ്കിൽ അജ്ഞാന അഭിതാപമാർജനം, അജ്ഞാനത്തെയും അതുകൊണ്ടുള്ള ഭേദഭാവനയും നശിപ്പിക്കുന്നതായ വിജ്ഞാനം, അപരോക്ഷ ജ്ഞാനം ന ഭവേ ഉണ്ടാവുകയില്ല. അപ്പൊ മോക്ഷം കിട്ടണമെങ്കിൽ, അനുഭവിച്ചറിയണമെങ്കിൽ അപരോക്ഷ ജ്ഞാനം ഉണ്ടായിരിക്കണം. അപ്പൊ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ നമുക്കറിയാൻ സാധിക്കുകയില്ല. അപ്പൊ ഭഗവാന്റെ ഒരു സത്വഗുണമുണ്ടെങ്കിൽ മാത്രമേ മനസ്സിൽ അതിനെ ധാരണ ചെയ്ത് സമാധി അവസ്ഥയിലെത്തി അന്ധകരണം ശുദ്ധമായി നമുക്ക് അപരോക്ഷ ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. അതുണ്ടാകണമെങ്കിൽ അവതാര സ്വരൂപവും അതിൽ പരമഭക്തിയും വേണം. അപ്പൊ ഭഗവാന്റെ ഒരു രൂപം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധാരണ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എങ്ങും വ്യാപിച്ചിരിക്കുന്ന സർവവ്യാപിയായ എങ്ങും നിറഞ്ഞിരിക്കുന്ന സ്വയം പ്രകാശിക്കുന്ന ഭഗവാനെ അനുമാനങ്ങളിലൂടെ അല്ലാതെ അറിയാൻ കഴിയുകയില്ല. ആ ഭഗവാൻ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കാം, സർവവ്യാപിയാണ്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അനുമാനം കൊണ്ട് ആകാശം പോലെ നിറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അനുമാനം കൊണ്ട് നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കൂ, അല്ല സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ സത്വഗുണമായ രൂപമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ നമുക്ക് ധാരണ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം, അല്ലയോ ഭഗവാനെ, അങ്ങ് ഇപ്രകാരമുള്ള സത്വഗുണ മൂർത്തിഭാവത്തെ സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങളിൽ അജ്ഞാനത്തെയും ഭേദഭാവനയെയും നശിപ്പിച്ച് അപരോക്ഷ ജ്ഞാനം ഉണ്ടാകാൻ സാധിക്കുകയില്ല. അപ്പൊ മോക്ഷം അനുഭവിച്ചറിയണമെങ്കിൽ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകണം. അതിനായി സത്വമൂർത്തിയായ ഒരു രൂപം ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയെങ്കിൽ മാത്രമേ ആ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ശ്ലോകം 35. സത്വം ന ചേതാദരിതം നിജം ഭവേ വിജ്ഞാനമജ്ഞാനം അഭിതാപമാർജനം ഗുണപ്രകാശൈരനുമീയതേ ഭവാ പ്രകാശതേ യസ്യ ച യേന വാ ഗുണഃ. ശ്ലോകം 36. നാമരൂപേ ഗുണജന്മ കർമ്മഭേർ
നിരൂപിതവ്യേ തവ തസ്യ സാക്ഷിണഃ മനോവചഭ്യാം അനുമേയവർത്മനോ ദേവക്രിയായാം പ്രതിയന്ത്യഥാഭിഃ. പദച്ഛേദം. ന നാമരൂപ നാമരൂപേ ഗുണജന്മ കർമ്മഭിഃ നിരൂപിതവ്യേ തവ തസ്യ സാക്ഷിണഃ മനോ വചോഭ്യാം അനുമേയവർത്മനഃ ദേവാ ക്രിയായാം പ്രതിയന്തി അഥ അപി ഹി. തസ്യ സാക്ഷിണഃ അനുമേയവർത്മനഃ. തസ്യ അതിന്റെ സാക്ഷിയായും അനുമേയവർത്മനഃ അനുമാനിക്കപ്പെടാൻ യോഗ്യമായ മാർഗത്തോടുകൂടിയും ഇരിക്കുന്ന തവ അങ്ങയുടെ ഗുണജന്മ കർമ്മഭി ഗുണങ്ങൾ കൊണ്ടും ജന്മങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടുമുള്ള നാമരൂപേ നാമരൂപങ്ങൾ മനോവചോഭ്യ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നിരൂപിതവ്യേ നിരൂപിക്കാൻ കഴിയുകയില്ല. ഭഗവാന്റെ അവതാരങ്ങളോ അവതാരങ്ങളുടെ മാഹാത്മ്യങ്ങളെയോ നമുക്ക് നിരൂപിക്കാൻ സാധിക്കുകയില്ല. അത് നമ്മുടെ മനസ്സിനും വാക്കിനും എല്ലാം അപ്പുറത്താണ്. യഥോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസാസഹ. അപ്പൊ അത് നമുക്ക് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും നിരൂപിക്കാൻ സാധിക്കുകയില്ല. ഭഗവാന്റെ പ്രഭാവം നമുക്ക് അളക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ഭൂമിയിലെ മണൽത്തരികളെ ശാസ്ത്രം അഭിവൃദ്ധിപ്പെടുമ്പോൾ ചിലപ്പോൾ എണ്ണിയെടുക്കാൻ സാധിച്ചേക്കാം. എന്നാൽ ഭഗവാന്റെ മഹത്വങ്ങളെ നമുക്ക് എണ്ണിയെടുക്കാൻ സാധിക്കുകയില്ല. ദേവ ഹേ പ്രകാശരൂപ അഥാപി എങ്കിലും ക്രിയായ ഭക്തി കൊണ്ട് പ്രതിയന്തി അറിയുന്നു ഹി പ്രസിദ്ധം. അപ്പൊ ഭഗവാന്റെ പ്രഭാവത്തെ അറിയാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ സാധിക്കുകയില്ല. പക്ഷേ ഭക്തി കൊണ്ട് ചിലപ്പോൾ സാധിച്ചേക്കും. ആ ഗോപികൾക്ക് ഒരറിവൊന്നുമില്ലായിരുന്നു അല്ലേ? പക്ഷെ ഗോപികളുടെ ആ ഭക്തി ഉദ്ധവർ പോലും മഹാഭക്തനായ ഉദ്ധവൻ പോലും പറയുന്നു ആ ഗോപികളുടെ ഭക്തി മറ്റാർക്കും തന്നെ ഇല്ല. അപ്പൊ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നാമരൂപേ ഗുണജന്മ കർമ്മഭിർ നിരൂപിതവ്യേ തസ്യ സാക്ഷിണ മനോവചഭ്യാമനുമേ വർത്മനോ ദേവക്രിയായാം പ്രതിയന്ത്യഥാഭിഃ. ശ്ലോകം 37. ശൃണ്ണൻ ഗൃണ്ണൻ സംസ്മരയംശ്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യസ്ത്വച്ചരണാരവിന്ദയോ ആവിഷ്ടചേതാനഭവായ കൽപ്പതേ. പദച്ഛേദം. ശൃണ്വൻ ഗൃണ്ണൻ സംസ്മരയൻ ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യഹ ത്വച്ചരണാരവിന്ദയോഃ ആവിഷ്ടചേതാഃ ന ഭവായ കൽപ്പതേ. തേ അങ്ങയുടെ മംഗളാണി പുണ്യങ്ങളെ ജനിപ്പിക്കുന്നവയായ നാമങ്ങളെയും രൂപങ്ങളെയും ശൃണ്വൻ കേൾക്കുന്നവനും ഭഗവാന്റെ നാമങ്ങളെയും രൂപങ്ങളെയും കേൾക്കുന്നവനും ഗൃണ്ണൻ ഉച്ചരിക്കുന്നവനും ചിന്തയൻ ചിന്തിക്കുന്നവനും സംസ്മരൻ അന്യരെ സ്മരിക്കുന്നവനും ക്രിയാസു വ്യാപാരങ്ങളിൽ ത്വച്ചരണാരവിന്ദയോ അങ്ങയുടെ താമരപ്പൂ പോലെ ഇരിക്കുന്ന പാദങ്ങളിൽ ആവിഷ്ടചേതാഹ ഉറപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയ യാതൊരുവനോ അവൻ ഭവായ സംസാരത്തിനായിക്കൊണ്ട് ന കൽപ്പതേ യോഗ്യനായി ഭവിക്കുന്നില്ല. അതായത് ഭഗവാന്റെ പാദാംബോജത്തിൽ ഭക്തി ഉണ്ടായാൽ അവന് വീണ്ടും ജനിക്കേണ്ടി വരികയില്ല. സംസാര സാഗരത്തിൽ കിടന്ന് ഉഴലേണ്ടി വരികയില്ല. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുമല്ല, പഠന്തോ നാമാനി പ്രമതപര സിന്ധോ നിപതിതാഹ സ്മരന്തോ രൂപം തേ പരത കഥയന്തോ ഗുണകഥാഹ ചരന്തോ യേ ഭക്ത സ്ത്വൈ ഖലു രമന്തേ പരമമൂൻ
അഹം തന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. അല്ലയോ ഭഗവാനെ, ഭഗവാന്റെ നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട്, അതുപോലെ അങ്ങയുടെ രൂപത്തെ സ്മരിച്ചുകൊണ്ട്, അങ്ങയുടെ ഗുണകഥകളെ വർണ്ണിച്ചുകൊണ്ട് ആരാണോ, ഏത് ഭക്തനാണോ ചരിക്കുന്നത്, പ്രമദപര സിന്ധു, അവൻ ഭഗവാന്റെ ആ ഭക്തിയിൽ ലയിച്ചു നടക്കുന്നത്, അവനാണ് അഹം ധന്യാൻ മന്യേ, അവനാണ് ഏറ്റവും ധന്യനായിട്ടുള്ളവൻ. സമധിഗത സർവാഭിലഷിതാൻ, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കപ്പെട്ട ആ ഒരു ഭക്തനാണ് അങ്ങനെയുള്ളവൻ. അപ്പൊ അങ്ങനെ ഭഗവാന്റെ നാമങ്ങളെ നമ്മൾ ഉച്ചരിച്ചുകൊണ്ട് നടക്കുക. അതുപോലെ ഭഗവാന്റെ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പദം. ഇപ്പൊ കലികാലത്ത് നാമസങ്കീർത്തനമാണ് കലികാല ദോഷങ്ങളെ ഇല്ലാതാക്കി മോക്ഷപ്രാപ്തിക്കുള്ള ഏറ്റവും എളുപ്പ മാർഗം. അപ്പൊ അതിനെന്ത് വേണം? ഭഗവാന്റെ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് നടക്കുക, നാമസങ്കീർത്തനം നടത്തുക. പിന്നെ ഗൃണ്ണൻ, കേൾക്കുക. നവവിധ ഭക്തിമാർഗം ഉണ്ടല്ലോ, ശ്രവണം, കീർത്തനം, അർച്ചനം, വന്ദനം, ദാസ്യം. അപ്പൊ ആദ്യം ശ്രവണം, ശൃണ്വൻ, കേൾക്കുക. പിന്നെ ഭഗവാനെ ഓർമ്മിക്കുക. സ്മരന്തോ രൂപം തേ നാമാനി രൂപാണി, ഭഗവാന്റെ രൂപങ്ങളെ നാമങ്ങളെ എല്ലാം സജ്ജനങ്ങൾ പറയുന്നത് കേൾക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ളവന് സംസാര സാഗരമൊന്നും കടക്കാൻ ഒരു പ്രയാസവും വരില്ല, അവന് പിന്നെ ജന്മങ്ങളും ഉണ്ടാവുകയില്ല. ശ്ലോകം 37. ഷിണ്ണൻ ഗൃണ്ണൻ സംസ്മരയൻ ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യസ് ത്വച്ചരണാരവിന്ദയോർ ആവിഷ്ടചേതാനഭവായ കൽപ്പതേ. ശ്ലോകം 38. ദിഷ്ട്യാഹരേസ്യാ ഭവത പദോ ഭുഗോ ഭാരോപനീതസ്തവ ജന്മനേശുദുഃ ദിഷ്ട്യാംഗിതാം ത്വത് പദൈക സുശോഭനൈർ ദ്രക്ഷ്യാമഗാംദ്യാം ച തവാനുകമ്പിതാം. പദച്ഛേദം. ദിഷ്ട്യാ ഹരേഃ അസ്യാ ഭവതഃ പദോ പദഃ ഭുവഃ ദിഷ്ട്യാ അങ്കിതാം ത്വത് പദകൈഃ സുശോഭനൈഃ ദ്രക്ഷ്യാമ ഗാം ദ്യാം ച തവ അനുകമ്പിതാം. ഹരേ, ഹരി എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവൻ, ഹരിക്കുന്നവൻ, ദുഃഖങ്ങളെ ഹരിക്കുന്നവൻ. അപ്പൊ ദുഃഖങ്ങളെ ഹരിക്കുന്ന ഹരേ. ദിഷ്ട്യ, ഭാഗ്യത്താൽ, ഭവതഃ, അങ്ങയുടെ പദഃ, പാദത്തിൽ നിന്ന് ഉൽപ്പന്നമായിരിക്കുന്ന അസ്യാഭുവ, ഈ ഭൂമിയുടെ ഭാരം, ഈശുദു, ഈശ്വരനായിരിക്കുന്ന തവ, അങ്ങയുടെ ജന്മന, അവതാരം കൊണ്ട് തന്നെ അപനീത, ഇല്ലാതാക്കപ്പെട്ടു. അപ്പോൾ ഭൂമിക്ക് ഭാരമായിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങയുടെ അവതാരം കൊണ്ട് ആ ഭൂമിയുടെ ഭാരം ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. ദിഷ്ട്യ ഭദ്രം, സുശോഭനൈഹി, ഏറ്റവും ശോഭനങ്ങളായ പദകൈഹി, അങ്ങയുടെ കാലടികളാൽ അങ്കിതം, അടയാളപ്പെട്ടതായിട്ടും അനുകമ്പിതാം, ദയ വിചാരിക്കപ്പെട്ടതായിട്ടും, ഗാം, ഭൂമിയെയും, ദ്യാം ച, സ്വർഗത്തെയും, ദൃക്ഷ്യാമ, ഞങ്ങൾ കാണുന്നു. ഇനി ഭഗവാൻ അവതാരമെടുത്താൽ ഈ ഭൂമിയിലെങ്ങും സഞ്ചരിക്കും, അത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നു. അപ്പോ കൃഷ്ണ അവതാരത്തെ ഇവിടെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ബഹുലീല കൊണ്ട് ഞങ്ങളെയും ഭൂലോക നിവാസികളെയും എല്ലാ പേരെയും അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ്. ശ്ലോകം 38. ദിഷ്ട്യാഹരേസ്യാ ഭവതപദോ ഭുവോ ഹരോപനീതസ്തവ ജന്മനേശിദു ദിഷ്ട്യാംഗിതാം ത്വത് പദകൈഷു സുശോഭനൈ ദ്രക്ഷ്യാമഗാം ദ്യാം ച തവാനുകമ്പിതാം. ശ്ലോകം 39. നതേ ഭവസ്യേഷ ഭവസ്യ കാരണം വിനാ വിനോദം ബദതർക്കയാമഹേ ഭവോ നിരോധ സ്ഥിതിരപ്യവിദ്യയാ കൃതായതസ്ത്വയ്യ അഭയാശ്രയാത്മനി.
പദച്ഛേദം. ന തേ ഭവസ്യ ഈശാ ഭവസ്യ കാരണം വിനാ വിനോദം ബദ തർക്കയാമഹേ ഭവോ ഭവഃ നിരോധഃ സ്ഥിതിഃ അഭി അവിദ്യയാ കൃത യതഃ ത്വയി അഭയ ആശ്രയ ആത്മനി. യ ന തേ ഭവസ്യ ഈശാ ഈശ്വര ന തേ അഭവസ്യ ഭവസ്യ അല്ല അഭവസ്യ. ഒരു പ്രശ്ലേഷണ ചിഹ്നം കണ്ടല്ലോ, അപ്പൊ അഭവസ്യ എന്ന് വായിക്കണം. ചേർത്ത് വായിക്കുമ്പോൾ നതേ ഭവസ്യേഷ എന്ന് വായിക്കാം. അന്വയിക്കുമ്പോ ന തേ ഭവ അഭവസ്യ ഈശ അഭവസ്യ ജന്മരഹിതനായിരിക്കുന്ന തേ അങ്ങേക്ക് ഭവസ്യ ജന്മത്തിന് കാരണം വിനോദം വിനാ ലീലയെ കൂടാതെ മറ്റൊന്നിനെയും തർക്കയാമഹേ ഞങ്ങൾ ഊഹിക്കുന്നില്ല. അങ്ങയുടെ അവതാരം അങ്ങ് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു ലീലയായിട്ട് ചെയ്യും. യഥഹ എന്തുകൊണ്ടെന്നാൽ ബദ സന്തോഷം അഭയാശ്രയ അഭയസ്ഥാനമായുള്ളവനെ ആത്മനി ജീവാത്മാവിൽ ഭവഹ ജന്മവും നിരോധ മരണവും സ്ഥിതി അഭി ഇരിപ്പും ത്വയി അങ്ങയിൽ അവിദ്യ കൊണ്ട് കൃതങ്ങളാകുന്നു. അങ്ങയുടെ ജന്മത്താൽ ഭൂമിയുടെ ഭാരം തീർന്നു എന്ന് പറഞ്ഞു. അപ്പോ ഭഗവാന് മറ്റുള്ളവരെ പോലെയല്ല ജനനം. ഭഗവാൻ അവതരിക്കുകയാണ് ചെയ്യുന്നത്. സങ്കല്പം മാത്രം കൊണ്ട് ഭൂമി ഭാരത്തെ തീർക്കാൻ ശക്തനാണ് ഭഗവാൻ. സർവാത്മാവായിരിക്കുന്ന ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന മായയാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണം. അതായത് സൃഷ്ടി നടക്കുമ്പോൾ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് ഭഗവാൻ അതിൽ ആ ബ്രഹ്മത്തിൽ നിന്ന് മായാശക്തിയാണ് പൊന്തിവരുന്നത്. അതിൽ നിന്നാണ് മഹത്വത്വം അഹങ്കാരതത്വം എല്ലാം ഉണ്ടായി സൃഷ്ടി നടത്തുന്നത്. അപ്പോ ഭഗവാൻ സ്വേച്ഛയാൽ മായ കൊണ്ടാണ് സൃഷ്ടി നടത്തുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരാദി കാര്യങ്ങൾ നടത്തുവാൻ ശക്തനായിരിക്കുന്നത് മായ കൊണ്ടാണ്. അപ്പൊ ലോകഭാരം തീർക്കുന്നതിന് മാത്രമല്ല ഈ അവതാരം, തന്റെ ഭക്തന്മാർക്ക് തന്റെ ലീലകളെ കാട്ടിക്കൊടുത്ത് അനായാസേന അവരെ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റി വിടണം. അപ്പൊ അങ്ങനെ ഭഗവാൻ പലർക്കും മോക്ഷം കൊടുത്തു അല്ലേ? അപ്പൊ അതെല്ലാം നമ്മള് ഈ ദശമസ്കന്ധത്തിൽ പഠിക്കും. ഭഗവാൻ ആർക്കൊക്കെ മോക്ഷം കൊടുത്തു, എങ്ങനെയൊക്കെയാണ്, ഭഗവാന്റെ ലീലകൾ എന്തൊക്കെയാണ്, ഭഗവാന്റെ അത്ഭുതകരമായ ലീല രാസക്രീഡ. അപ്പൊ അങ്ങനെ പല പല ലീലകൾ, ഗോവർദ്ധന ഉദ്ധാരണം, കാളിയമർദ്ദനം, പല പല ലീലകളെല്ലാം ഭഗവാൻ ജീവന്മാർക്ക് കാണിച്ചു കൊടുത്ത് അവരെ ആ ഭഗവാന്റെ ലീലകളിൽ അവർ മുഴുകി ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഈ സംസാര സാഗരത്തിൽ നിന്നും കടക്കാൻ അവർക്ക് കഴിയുന്നു. നദേ ഭവസ്യേഷ ഭവസ്യ കാരണം വിനാ വിനോദം ബദ തർക്കയാമഹേ ഭവോ നിരോധ സ്ഥിതിരപ്യ വിദ്യയാ കൃതായതസ്ത്വയി അഭയാശ്രയാത്മനി. ശ്ലോകം 40. മത്സ്യാശ്വ കച്ഛപ വരാഹ നൃസിംഹഹംസ രാജന്യപി പ്രബുബുധേഷു കൃതാവതാര ത്വംബാസി നസ്ത്രിഭുവനം ന യഥാധുനേശ ഭാരം ഭുവോ ഹരയദൂത്തമ വന്ദനം തേ. ഭഗവാന്റെ അവതാരങ്ങളെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവാന് ഏതൊക്കെ അവതാരങ്ങളാണ് എടുത്തത്? മത്സ്യ, അശ്വ എന്ന് വെച്ചാൽ വേദങ്ങളെ വീണ്ടെടുക്കാൻ ഭഗവാൻ ഹയഗ്രീവനായി, അതാണ് അശ്വ എന്ന് പറയുന്നത്. കച്ചപ ആമയായിട്ട്, പാലാഴി മദന സമയത്ത് മന്ദരപർവ്വം താണുപോയപ്പോൾ ആമയായിട്ട് അവതാരമെടുത്തു. പിന്നെ വരാഹം, ഭൂമിയെ ഹിരണ്യാക്ഷൻ സമുദ്രത്തിനടിയിൽ താഴ്ത്തിയപ്പോൾ ഭഗവാൻ വരാഹ രൂപമെടുത്തു. നൃസിംഹ, തന്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ നരസിംഹ രൂപമായി. ഹംസമായിട്ട് സനകാദികൾക്ക് ഉപദേശം കൊടുത്തു. രാജന്യ, അതായത് ശ്രീരാമ അവതാരം. വിപ്ര, പരശുരാമ അവതാരം. വിബുധേഷു വാമന കൃതാവതാര എന്നീ രൂപങ്ങളിൽ ചെയ്യപ്പെട്ട അവതാരങ്ങളോട് കൂടിയവനായിട്ട്
ത്വം പാസി, അങ്ങ് എങ്ങനെ രക്ഷിക്കുന്നു. ഭഗവാൻ ഓരോ അവതാരമെടുത്ത് തന്റെ ഭക്തന്മാരെ എങ്ങനെ രക്ഷിക്കുന്നുവോ അതുപോലെ ഈശ്വര അധുന, ഇപ്പോഴും ഭൂമിയുടെ ഭാരത്തെ ഹരിച്ചാലും. അപ്പോൾ ഭഗവാൻ ഇത്രയും അവതാരങ്ങൾ എടുത്തു, തന്റെ ഭക്തന്മാരുടെ ദുഃഖമെല്ലാം ഇല്ലാതാക്കി. ഇപ്പോൾ ഭൂമിക്ക് ഭാരമായിരിക്കുന്ന ഈ അസുരന്മാരെ എല്ലാം നശിപ്പിച്ചാലും എന്ന ബ്രഹ്മാവതി ദേവന്മാർ ആ ഭഗവാനെ, ദേവകിയുടെ ഗർഭത്തിലിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. യദുത്തമ യദുശ്രേഷ്ഠ തേ, അങ്ങേക്ക് വന്ദനം, നമസ്കാരം. അപ്പോ അങ്ങ് മത്സ്യം, ഹയഗ്രീവൻ, ആമ, പന്നി, നരസിംഹം, അതുപോലെ ഹംസ, ശ്രീരാമൻ, പരശുരാമൻ, വാമനൻ എന്നീ അവതാരമെടുത്ത് തന്റെ ഭക്തന്മാരുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കി. ഇനി ഈ അവതാരത്തിൽ അങ്ങ് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കിയാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് ബ്രഹ്മാദി ദേവന്മാർ. ശ്ലോകം 40. മത്സ്യാശ്വകച്ഛപ പരാഗ നൃസിംഹ ഹംസ രാജന്യ വിപ്ര വിബുധേഷു കൃതാവതാര ത്വംബാസി നസ്ത്രിഭുവനം നയഥാധുനേശ ഭാരം ഭുവോഹരയദൂത്തമ വന്ദനം തേ. ശ്ലോകം 41. ദിഷ്ട്യാംബതേ കുക്ഷിഗത പരപ്പുമാൻ അംശേന സാക്ഷാത് ഭഗവാൻ ഭവായനഃ മാ ഭൂത്ഭയം ഭോജപതേർമുമൂർഷോർ ഗോപ്തായ ദൂനാം ഭവിതാ തവാത്മജഃ. ദിഷ്ട്യ അംബ തേ കുക്ഷിഗതഃ പരഃ പുമാൻ അംശേന സാക്ഷാത് ഭഗവാൻ ഭവായനഃ മാഭൂത് ഭയം ഭോജപതേർ മുമൂർഷോ ഗോപ്ത യദൂനാം ഭവിത തവാത്മജഃ. അപ്പോ ദേവകിയെ ഉദ്ദേശിച്ച് ദേവകിയോട് ദേവന്മാർ പറയുകയാണ്, ദേവകിയെ അഭിസംബോധന ചെയ്യുകയാണ്. അംബ, ഹേ മാതാവേ, സാക്ഷാത് ഭഗവാൻ, സാക്ഷാത് ഭഗവാനായിരിക്കുന്ന പരഹാപുമാൻ, ഉത്തമ പുരുഷൻ ന ഭവായ, ഞങ്ങളുടെ ഭവത്തിനായിക്കൊണ്ട് അംശേന, അംശത്തോടുകൂടി തേ, നിന്റെ കുക്ഷി ഗത, കുക്ഷിയെ പ്രാപിച്ചിരിക്കുന്നു. അപ്പോ ഈ ദേവന്മാരെ ദേവകിക്കൊഴിച്ച് ബാക്കി ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഭഗവാൻ ദേവകിയുടെ ജഡരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതുകൊണ്ട് ദേവകിക്ക് മാത്രം ഈ ദേവന്മാരെ കാണാൻ സാധിക്കുന്നു. ദിവ്യന്മാരായ അവർ ഇങ്ങനെ ദേവകിയെ സ്തുതിച്ചു. അപ്പോൾ ദേവകി വികസിച്ച മുഖത്തോടുകൂടിയ ദേവകിയെ ബ്രഹ്മാദി ദേവന്മാർ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവത്തിനായിക്കൊണ്ട് ഭഗവാൻ നിന്റെ കുക്ഷിയിൽ പ്രാപിച്ചിരിക്കുന്നു. ദൃഷ്ട്യ ഭദ്രം മുമൂർഷോർ, മരിക്കാൻ ഇച്ഛിച്ചുകൊണ്ടിരിക്കുന്ന പോജപതേ, കംസനിൽ നിന്ന് ഭയം, പേടി, മാഭൂ ഉണ്ടാകരുത്. അപ്പൊ അമ്മ ഒരിക്കലും കംസനെ പേടിക്കരുത്. ദേവകിക്ക് പേടിയുണ്ട് അല്ലേ? 6 കുഞ്ഞുങ്ങളെയും കൊന്നു. അപ്പൊ ഇനിയിപ്പോ 7ാമത്തത് രോഹിണിയിലാക്കി. അപ്പോ 8ാമത്തെ കുഞ്ഞ് പിറക്കാൻ പോവുകയാണ്. അതിനെ തീർച്ചയായും കംസൻ കൊല്ലും എന്ന് പേടിച്ച് ദേവകി ഇരിക്കുകയാണ്. അതുകൊണ്ട് ബ്രഹ്മാദി ദേവന്മാർ പറഞ്ഞു, അല്ലയോ അമ്മേ, അങ്ങയ്ക്ക് കംസനിൽ നിന്ന് ഭയം, മാഭൂത് ഉണ്ടാകരുത്. തവ, നിന്റെ ആത്മജ പുത്രൻ യദൂന, യദുക്കളുടെ ഗോപ്ത, രക്ഷകനായി ഭവിത ഭവിക്കും. ഈ 8ാമത്തെ പുത്രൻ യദുക്കളുടെ രക്ഷകനായി ഭവിക്കും. കംസനിൽ നിന്ന് അമ്മയ്ക്ക് ഒരു പേടിയും വേണ്ട. ഇവൻ ജനങ്ങളെല്ലാം രക്ഷിക്കും എന്ന് പറഞ്ഞ് ദേവകിയെ ആശ്വസിപ്പിക്കുകയാണ് അവർ. ശ്ലോകം 41. ദിഷ്ട്യാംബതേ കുക്ഷിഗത പരപ്പുമാൻ അംശേന സാക്ഷാത് ഭഗവാൻ ഭവായനഃ മാ ഭൂത്ഭയം ഭോജപതേർ മുമൂർഷോർ ഗോപ്തായ ദൂനാം ഭവിതാ തവാത്മജഃ. ശ്രീശുകവാച. ശ്ലോകം 42. ഇത്യഭിഷ്ടൂയ പുരുഷം യദ്രൂപം
അനിതം യഥാ ബ്രഹ്മേശാനൗ പുരോധായ ദേവാ പ്രതിയയുർദിവം. പദച്ഛേദം. ഇതി അഭിഷ്ടൂയ പുരുഷം യത് രൂപം അനിതം, യത് രൂപം അനിതം യഥാ ബ്രഹ്മ ഈശാനൗ പുരോധായ ദേവാഹ പ്രതിയയുർദിവം. ഇപ്പൊ ശ്രീശുകൻ പറഞ്ഞു നിർത്തുകയാണ്. യത് രൂപം, യാതൊരുവന്റെ രൂപം, യഥാ യാതൊരു പ്രകാരം, അനിതം ഇതിൽ നിന്ന് വിലക്ഷണമോ, തം പുരുഷൻ ആ പുരുഷനെ, അതായത് കാണപ്പെടുന്നതായ ഈ ലോകത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ആ പരബ്രഹ്മ ചൈതന്യം യാതൊന്നോ അതാകുന്ന സ്വരൂപത്തോടുകൂടിയ ഭഗവാൻ, തം പുരുഷൻ ആ ഭഗവാൻ, ഇതി ഇപ്രകാരം അഭിഷ്ടൂയ ആ പുരുഷനെ ഭഗവാനെ സ്തുതിച്ചിട്ട് ബ്രഹ്മേശാനവും ബ്രഹ്മാവിനെയും ശിവനെയും പുരോധായ മുന്നടത്തിക്കൊണ്ട് ദേവാഹ ദേവന്മാർ ദിവം സ്വർഗത്തെ പ്രതിയയോ വീണ്ടും പ്രാപിച്ചു. അപ്പോ ബ്രഹ്മാദി ദേവന്മാർ കംസന്റെ കാരാഗ്രഹത്തിൽ വന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ്. സ്തുതിച്ച് ദേവകിയെയും ആശ്വസിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്തു? ബ്രഹ്മാവും ശിവനും ദേവന്മാരുമെല്ലാം തിരിച്ച് പോയി. അപ്പൊ ഈ ലോകത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന, അതാണ് ഏതെന്റെ രൂപം, അനിതം ഇതിൽ നിന്ന് വിലക്ഷണമോ, ആ ലോകത്തിൽ നിന്നും വ്യത്യാസമായിരിക്കുന്ന ആ പരമചൈതന്യം, ആ സ്വരൂപത്തോടുകൂടി വന്നിരിക്കുന്ന ആ ദേവകിയുടെ ഗർഭത്തിൽ ജനിക്കുന്ന ആ ഭഗവാൻ വാക്കിന് വിഷയമല്ല. എങ്കിലും അവരെ, ആ ഭഗവാനെ ബ്രഹ്മാവും പരമശിവനും മറ്റും എല്ലാം സ്തുതിച്ചിട്ട് പരമശിവനെയും ബ്രഹ്മാവിനെയും മുൻഭാഗത്തിൽ നടത്തിക്കൊണ്ട് ദേവന്മാർ സ്വർഗലോകത്തിലേക്ക് തന്നെ വീണ്ടും പ്രവേശിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ജന്മപ്രകരണേ ഭഗവതോ ഗർഭാഗമന നിരൂപണം നാമ ദ്വിതീയോധ്യായഃ സമ്പൂർണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.